ഒരു കാണാനൊരു ഭംഗിയില്ലാത്ത ജോലി ചെയ്തിട്ടാണ്, കാണാനൊരു ഭംഗിയുമില്ലാത്ത ജോലി ചെയ്തിട്ടാണ്, യൂണിഫോമൊന്നും ഇല്ലാത്ത ജോലി ചെയ്തിട്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ബിരിയാണിയുടെ റൈസ് ഒന്നുകിൽ ആന്ധ്രയിലോ പഞ്ചാബിൽ ഏതെങ്കിലും ഒരു പേർ കൊടുത്തിട്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, ഇതിൻ്റെ ഒരു ബാങ്കിങ് പോയാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയും, ഒരാളെന്ന് പറയുമ്പോൾ ഒരു ലക്ഷ്യം പറഞ്ഞ് കാണണം ആഗ്രഹമുള്ള, അല്ലെങ്കിൽ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. സാധാരണ ബിസിനസ്സുകാരെ എപ്പോഴും ടെൻഷൻ എന്താണെന്നറിയോ? എന്റെ മോന് ഏറ്റെടുക്കില്ലല്ലോ എന്നുള്ള ടെൻഷൻ. മാസത്തിൽ ഭയങ്കര സമാധാനം. അവനാ ബിസിനസ് പോക്കി ഗംഭീരം. ബിസിനസ് ഒക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ അതങ്ങനെ അടുത്ത തലമുറക്കൊക്കെ കൈമാറി കൊടുക്കുന്നത് വെരി എക്സെപ്റ്റ്. അത് വളരെ ക്ലിയർ ആണ്. ഇനി അത് നന്നായിട്ട് പഠിക്കാതൊക്കെ അറിയാം വരും. അങ്ങനെ ആവുമ്പോൾ മാസത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. ഇനി മാസത്തിൽ എവിടെയെങ്കിലും നല്ല ബെഡിന്റെ ഷോപ്പുകൾ മാസം നോക്കും. ആ മാസം ബെഡാണ് മനസ്സിലേക്ക് നോക്കും. ഇപ്പൊ ഞാൻ ഒരു ബേക്കറി തുടങ്ങാൻ തീരുമാനിച്ചത് വിചാരിക്കാം. ഇന്നലെ വരെ തീരുമാനിച്ചത്, ഇങ്ങോട്ട് വരെ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോ ഒരാൾ പറഞ്ഞു ബേക്കറി അത് തുടങ്ങിയാൽ ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞ ബേക്കറി തോന്നിയെന്ന് തുടങ്ങാം. ഇവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചാൽ ഇനി ഞാൻ ഇവിടെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. പോകുമ്പോൾ ഒരു ബേക്കറിയിൽ കയറുന്നത് MRA എന്നുള്ള ബേക്കറി, അവിടെ നിന്നാണ് ഞാൻ കഴിച്ചത്. രാവിലെ അവരുടെ കാണുന്നത് നല്ല ബേക്കറി, മുകളിൽ കയറുന്നത് ഭക്ഷണം കഴിച്ച് ഇറങ്ങി വന്നപ്പോൾ അടിപൊളി ബേക്കറി. അവിടെ ഒരുപാട് ബേക്കറി ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ടായിരുന്നു അടുത്തിട്ടുണ്ട് പോകുന്നത്. ലെഫ്റ്റും റൈറ്റും ഞാൻ കാര്യം നോക്കിയില്ല. മുകളിൽ ഇറങ്ങി എൻ്റെ ഉള്ളിൽ വന്നു. അദ്ദേഹം കാറായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ കാറിൽ കയറും. പക്ഷെ ഇനി പോകുമ്പോൾ അങ്ങനെയായിരിക്കോ? പോകുമ്പോൾ ഞാൻ ബേക്കറി തുറന്നാൽ സീരിയസ് ആയിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകുമ്പോൾ എന്തായാലും തീരുമാനിക്കും നോക്കണം. അപ്പൊ ഞാൻ അങ്ങനെ നോക്കും, ഇതെവിടുന്ന അതെവിടുന്ന അല്ലെങ്കിൽ വെച്ചിട്ടുള്ളത് ഏത് റാക്കാണ്, എന്തൊക്കെയുണ്ട് എല്ലാം നോക്കൂലേ? അതാണ് ബോർഡ് കയ്യിൽ കയറിയാൽ കുഴപ്പമില്ല, ഗുണമാണ്. അതങ്ങനെ ആവശ്യം തോന്നുന്നില്ല. ഓക്കെ, വേറെ ഇവിടെ ആരെങ്കിലും ഇന്റീരിയർ ഡിസൈനറാണ്. ഓക്കെ, പ്ലസ് വണ്ണിന് പഠിക്കും. ഇന്റീരിയർ കയ്യെടുത്ത് കയ്യടിക്കാൻ GST ഇല്ല. അങ്ങനെ ഒരുപാട് ഗുണമുണ്ട് കയ്യടിക്കുന്നതിന്, വെരി ഗുഡ് എന്ന് പറയാനൊക്കെ. ഓക്കെ, അപ്പോ ആയിഷയ്ക്ക് ഇന്റീരിയർ ഡെക്കറേറ്റർ ആവും. അപ്പൊ ഇന്റീരിയർ ഡെക്കറേഷന്റെ കോഴ്സുകളെ കുറിച്ച് ധാരണയില്ലേ? ഇല്ലേ? അത് പ്ലസ് ടു കഴിഞ്ഞിട്ട് അറിയാലോ, ഡിഗ്രി കോഴ്സാണ് ചെയ്തിട്ടില്ലേ? അപ്പൊ അതറിയുമ്പോൾ പിന്നെ ആ വഴിക്കേ പോകുള്ളൂ. അതേപോലെ നിങ്ങൾ ഓരോരുത്തർക്കും കൃത്യമായ ഗോളുകളുണ്ട്. അപ്പൊ നമുക്ക് പോകാൻ സുഖമാണ്. ഗോളില്ലാത്ത ആളുകൾ ഈ അപ്പൂപ്പക്കാട് പോലെ ഒരാൾ പറയും അതാണ് നല്ലത്, അപ്പൊ അങ്ങോട്ട് പറയും. വേറെ ആൾ പറയും ഇങ്ങോട്ടാണ് നല്ലത്, അപ്പൊ ആ കാറ്റിൽ ഇങ്ങോട്ട് പറയും. കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടൊന്നുമില്ലല്ലോ. അവസാനം ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് കയറിയിട്ട് അയാൾ ഇങ്ങനെ ആലോചിക്കും. ചിലപ്പോൾ ഇന്റീരിയർ ഡെക്കറേഷൻ നടത്തണമെന്ന് ആഗ്രഹിച്ച ആള് അതല്ലാത്ത വേറെ ജോലി ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഇന്റീരിയർ ഡെക്കറേറ്റർ കാണുമ്പോൾ അങ്ങനെ ഇപ്പം അങ്ങനെ ആകരുത് എന്നൊക്കെ തോന്നും. അത് നേരത്തെ അത് സെറ്റ് ചെയ്ത് പോകാമെന്നുള്ള കുഴപ്പം. ഞാൻ പറഞ്ഞു വന്നതിലേ ഉള്ളൂ. ഒന്ന് നമ്മൾ പറഞ്ഞത് ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യണം. അത് ഡ്രസ്സിലാണെങ്കിലും കൊള്ളാം,